വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുമോ എല്ലായിടത്തും പോർട്ടുണ്ടല്ലോ. ട്രിച്ചിയിൽ പോർട്ടുണ്ട്, തൂത്തുക്കുടി പോർട്ടുണ്ട്, കൊച്ചി പോർട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിന് എന്താ പ്രത്യേകത നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രപ്പോസൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ മഹാരാജാവിൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്തത് സർ CP രാമസ്വാമി അയ്യരാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം വന്നിട്ടില്ല, യൂണിയൻ ടെറിട്ടറിയുമായി നമ്മൾ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് സിംഗപ്പൂരിനേക്കാളും മുകളിലേക്ക് നമുക്ക് പോകുന്നതിലേക്ക് വേണ്ടിയുള്ള സാമ്പത്തിക നാച്ചുറൽ റിസോഴ്സ് ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം, നമ്മൾ യൂണിയൻ ടെറിട്ടറിയുമായി ചേരേണ്ട എന്ന പ്രപ്പോസലാണ് സർ CP രാമസ്വാമിയുടെ. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചാണ്. അത് യാഥാർത്ഥ്യമാവാൻ വേണ്ടി ഇത്രയും വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് രാജ്യഭരണവും നമ്മുടെ ഡെമോക്രാറ്റിക് ഭരണവും തമ്മിലുള്ള വ്യത്യാസത്തിൽ വരുന്നത്. അന്നാണെങ്കിൽ രാജ്യഭരണമാണെങ്കിൽ നമ്മളിന്ന് കാണുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അടക്കം വാട്ടർ, നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന വാട്ടർ സിസ്റ്റം, സ്യൂവേജ് സിസ്റ്റം, ഇതൊക്കെ അന്ന് മഹാരാജാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. അതിൻ്റെ 90% നമ്മൾ അതാണ് ഇന്നും യൂസ് ചെയ്യുന്നത്. അന്നിട്ട പൈപ്പുകളൊന്നും പൊട്ടിയിട്ടുമില്ല. അപ്പം അത്രമാത്രം ഭംഗിയായിട്ടാണ് അന്ന് കാര്യങ്ങൾ പോയത്. നമ്മളിപ്പോൾ അത് നമ്മൾ സിസ്റ്റം മാറിയപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിലേക്ക് എത്താനുള്ള സമയം ഒരുപാട് എടുത്തു പോകുന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സംഭവമല്ല. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തുറന്നു തരുന്ന സാധനം. സാധാരണ ചെറിയ വെസൽ ആണ് നമ്മുടെ കൊച്ചിയിലൊക്കെ വന്ന് സാധനങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന മദർഷിപ്പാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമുക്കിപ്പോൾ ചൈനയിൽ നിന്നൊരു സാധനം നമ്മളിലേക്ക് വരുന്നെങ്കിൽ ആദ്യം വരുന്നത് സിംഗപ്പൂർ വന്നിട്ട് അവിടെ ഇറക്കിയിട്ട് അവിടെ നിന്ന് ചെറിയ വെസൽസിലോ, അല്ലെങ്കിൽ ദുബായിൽ വന്നിട്ട് ജബലാലി പോർട്ട് ഇറക്കിയിട്ട് അവിടെ ചെറിയ വെസൽസിലാണ് കൊച്ചിയിലേക്കും ബോംബെയിലേക്കും കൽക്കട്ടയിലേക്കും വരുന്നത്. ഇനി വരാൻ പോകുന്നത് ഈ വലിയ വെസൽസ് കംപ്ലീറ്റ് 20,000 22,000 കണ്ടെയ്നേഴ്സ് ഇത് ചെയ്തുകൊണ്ടാണ് ഈ വലിയ വെസൽസ് വരുന്നത്. ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ നോക്കി. 20,000 20,000 ഒന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും? നമ്മൾ 20,000 ഒന്ന് കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പം ഇത് പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കണ്ടെയ്നേഴ്സാണ് വന്ന് ഇറങ്ങുന്നത്. ഒന്ന് നമ്മളെ ബോംബെക്ക് പോകാനുണ്ടാവും, ചിലപ്പോൾ കൊച്ചിക്ക് പോകാനുണ്ടാവും, ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ പോകാനുണ്ടാവും. പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള കണ്ടെയ്നേഴ്സ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ചെറിയ വെസൽസിലേക്കാണ് പോകുന്നത്. ഇത് മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്പണിങ്സ് നിങ്ങൾക്ക് വരുന്ന സമയം. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ചിറങ്ങുന്നത് ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾ പഠിച്ചിറങ്ങുന്നത്. പക്ഷേ ഇത് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടെ വേണം. നിങ്ങൾക്ക് 2 രീതിയിൽ മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു MBA ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓഫീസ് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. രണ്ടാമതൊന്ന് നിങ്ങൾക്ക് വളരെ അതിനകത്തുള്ള കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിനകത്ത് ഇത് ഡീറ്റെയിൽ ചെയ്ത് പോകാൻ പറ്റുന്നൊരു സംഭവമാണ്. നിങ്ങൾ പലരും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ടോ? മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണും, ഫാർമസിസ്റ്റിൻ്റെ ബോർഡ്, ഒരു ഫോട്ടോയും. D.Pharm പഠിച്ച ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഒരു മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് അടുത്ത ഒരാൾക്ക് ഇപ്പോൾ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ഇപ്പോൾ ഒരുപാട് നിരവധി ലോജിസ്റ്റിക്സ് കമ്പനി, ഏകദേശം ഒരു 10,000 ലോജിസ്റ്റിക്സ് കമ്പനി നമ്മുടെ തിരുവനന്തപുരത്ത് ഓപ്പണിങ് വരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പല ഇൻ്റർനാഷണൽ കമ്പനീസും ഓഫീസ് സ്പേസും ലാൻഡും ഒക്കെ എടുത്തിടുന്നുണ്ട്. ഒരു ലോജിസ്റ്റിക്സ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ CHA ലൈസൻസ് ഹോൾഡർ വേണം, കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ് എന്ന് പറയുന്ന ലൈസൻസ് ഹോൾഡർ വേണം. നിങ്ങളുടെ പേർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ, അത് എടുക്കുന്ന ഒരാളുടെ പേർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സിഗ്നറ്ററി, ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറയുന്ന CHA ആണ്, കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ്. അത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എഴുതണമെങ്കിൽ 3 പേർക്ക് മാത്രമേ അത് എഴുതാനുള്ള പ്രൊവിഷൻ ഇന്ന് നിലവിലുള്ളൂ നമ്മുടെ രാജ്യത്ത്. 1 ചാർട്ടേഡ് അക്കൗണ്ടൻസിന് എഴുതാം, 2 LLB-കാർക്ക് എഴുതാം, 3 MBA-കാർക്ക് എഴുതാം. അപ്പോൾ ഈ 3 കാറ്റഗറിക്ക് മാത്രമേ അത് പറ്റുന്നുള്ളൂ. ബാക്കി പ്രൊഫഷണൽ മറ്റ് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ഞാൻ 1-2 പ്രാവശ്യം സെൻട്രൽ ഗവൺമെൻറ് ലെറ്റർ അയച്ചു, ഇതുവരെയും ഓർഡേഴ്സ് ആയിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിലേക്ക് പോകാനുള്ള ഇതുള്ളൂ. അപ്പോൾ LLB-കാരനെ ഒരു CHA ഏജൻ്റായിട്ട് എടുക്കുന്നതിനേക്കാളും MBA-കാരനെ എടുക്കാനാണ് കമ്പനിക്കാരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാര്യം LLB-കാരന് ലോസ് സൈഡ് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ അതേ സമയത്ത് ബാക്കി അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ്, അത് മാനേജിങ് സൈഡിൽ നിന്ന് ഒരു MBA എടുത്തിട്ടുള്ള ആളാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ ബാക്ക് ബോൺ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നതാണ്. വലിയ നല്ല ഹൈ സാലറിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാസം 18th വരെ എന്തോ ആണെന്ന് തോന്നുന്നു അത് ഈ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ്. അതിന് CHA-യുടെ നിങ്ങൾക്ക് പോർട്ടിൽ കയറിയാൽ, കസ്റ്റംസിൻ്റെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും.
CHA എഴുതാനുള്ള എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് എഴുതിയെടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത്. ഒരുപാട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന നമുക്ക് വിദേശത്ത് പോകേണ്ട കാര്യമില്ല. വിദേശത്ത് നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വിദേശത്തു നിന്നുള്ള ഒരുപാട് പേര്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പല ആൾക്കാരും ജോലിക്കായിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുന്നൊരു സമയമാണ്. അതിൻ്റെ ഓപ്പണിങ്ങിലേക്ക് വരുന്ന സമയമാണ്. അതിൻ്റെ ഡോറ് കംപ്ലീറ്റ് ഓഫീസും ഡോറും തുറക്കുന്ന സമയത്താണ് നിങ്ങൾ MBA പാസ്സായി ഇറങ്ങുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഏറ്റവും ആപ്റ്റ് ടൈമിലാണ് നിങ്ങളിപ്പോൾ MBA കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ലോജിസ്റ്റിക്സ് മാത്രമല്ല വരുന്നത്. ഒരു ഷിപ്പ് വന്ന് പല സാധനങ്ങളും ഇവിടുത്തെ ഇന്ത്യക്കകത്ത് വരുന്ന സാധനമല്ല, മറ്റ് പല സ്ഥലത്തേക്ക് പോകുന്നതിലുപരി ഇന്ത്യക്കകത്ത് വരുന്ന സാധനം നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, കൊല്ലം, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് തിരുനെൽവേലി, നാഗർകോവിൽ ഈ ഭാഗങ്ങളിലേക്ക് വരുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളുണ്ട്. ആ കണ്ടെയ്നേഴ്സ് കംപ്ലീറ്റ് ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ അതിന് വേറൊരു സെഗ്മെൻറ്റ്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ളതിന്, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത് വേറെ സെഗ്മെൻ്റ് ആക്കി ഇതിൻ്റെ ബൈഫോർഗേറ്റ് ഇവിടെ ചെയ്ത് വിടാനായിട്ട് നല്ല ഓഫീസ് ലോജിസ്റ്റിക്സ് കമ്പനി, ഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ലോജിസ്റ്റിക്സ് കമ്പനികളാണ് ഇത് ഏൽപ്പിക്കുന്നത്. നിങ്ങൾ എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോജിസ്റ്റിക്സ് കമ്പനികളിൽ പോയി ഇന്ന് സ്ഥിരം ജോലി ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ജോലി കിട്ടിയാൽ ഏത് ലോജിസ്റ്റിക്സ് കമ്പനിയാലും കൊള്ളാന്നുള്ള കമ്പനി കിട്ടിയാൽ അപ്പം കയറുക, സാലറി നോക്കരുത്. ഒരു 6 മാസം 1 വർഷം നിങ്ങൾ അവിടെ നിന്ന് വർക്ക് ചെയ്ത ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലോജിസ്റ്റിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. എന്തിനാ നമ്മളൊരാളെ കീഴിൽ സ്ഥിരമായി ചെയ്യേണ്ട കാര്യം? എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്തുകൂടാ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സോ 2 or 3 പേര് ചേരാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 or 3 ഫ്രണ്ട്സ് ചേർന്നുകൊണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഓപ്പറേഷൻ സൈഡ് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 1 വർഷം 6 മാസം 1 വർഷം ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലോജിസ്റ്റിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്കുമാകാൻ കോടീശ്വരൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഉള്ള ഓപ്പണിങ്സ് കിടക്കുക, ഒരുപാട് ഓപ്പണിങ്സ് കിടക്കുക. ഭാഗ്യദേവത നമ്മുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഓയിൽ മിൽസിൻ്റെ അതിൻ്റെ പഴയ വേൾഡിലെ ഏറ്റവും വലിയ ധനികനായിരുന്ന അദ്ദേഹമാണ്. സാധാരണക്കാരനായിട്ട് ജനിച്ച് വേൾഡിലെ ഏറ്റവും വലിയ ധനികനായ മനുഷ്യനാണ് സ്റ്റാൻഡേർഡ് ഓയിൽ മിൽസ്. അദ്ദേഹം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ ചോദിച്ച ചോദ്യമായിരുന്നു, താങ്കൾ ഈ സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ട് താങ്കൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കോടീശ്വരനായി മാറിയതെന്ന്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെയും തലയുടെ മുകളിലൂടെ ജീവിതത്തിൽ ഒരിക്കൽ ഭാഗ്യദേവത കടന്നു പോകും. അപ്പോൾ എൻ്റെ തലയുടെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാനത് വിവരങ്ങളിലേക്ക് എത്തിയെന്ന് ചോദിച്ചപ്പോൾ അടുത്തൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചതാണ്, ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചതാണ്, അപ്പോഴെപ്പോഴാണ് ഈ ഭാഗ്യദേവത ഈ എല്ലാവരുടെയും തലയിലൂടെ കടന്നു പോകുന്നു പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ തലയുടെ മുകളിലൂടെ എപ്പോഴാണ് കടന്നു പോകുന്നതെന്ന് ഇദ്ദേഹത്തിനൊന്ന് പറയാമോ എന്ന് പറഞ്ഞതാണ്. എൻ്റെ എപ്പോഴാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഭാഗ്യദേവത കടന്നു പോകും എന്നുള്ളൊരു കാര്യം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനത് നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരം ചാടി പിടിച്ചുകൊണ്ടിരുന്നു. ആ ചാടിപ്പിടുത്തത്തിൽ എനിക്ക് പിടികിട്ടി. ഞാൻ അതിലൂടെ കയറി ഉയരങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് അതിൻ്റെ സാരാംശം മനസ്സിലാകും. നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഉയരങ്ങൾ സാധാരണ രീതിയിലല്ല സ്വപ്നം കാണേണ്ടത്. ഉയരങ്ങളിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ പൊസിഷനിൽ വലിയ മെർക്ക് അതുപോലുള്ള വലിയ കമ്പനീസിൻ്റെ നിങ്ങൾക്കും തുടങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ അതുപോലെ ആഗ്രഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്കതായി തീരാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു കമ്പനി ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാതെ തുടങ്ങിയാൽ ചിലപ്പോൾ ഓപ്പറേഷൻസ് ബുദ്ധിമുട്ട് വരും. അതിപ്പോൾ നമ്മൾ പലരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 1 വർഷത്തേക്കെങ്കിലും നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായി നല്ലൊരു ലോജിസ്റ്റിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഒരുപാട് മേഖലകളുണ്ട്. ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് മാത്രമല്ല വരുന്നത്. ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ 10 സാധാരണ കണ്ടെയ്നർ ഷിപ്പാണെങ്കിൽ പോലും 10,000 1200 ജീവനക്കാർ ആ ഷിപ്പിലുണ്ടാവും. ഒരു ലക്ഷറി ക്രൂയിസാണ് വരുന്നതെങ്കിൽ അതിനകത്ത് ഏകദേശം 2000-ഓളം പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ 10,500-ഓളം അതിൽ ജീവനക്കാരുണ്ടാവും. ഇവർക്കുള്ള തിരിച്ചു പോകുമ്പോൾ അവർക്കുള്ള ഭക്ഷണം തൊട്ട്
അവർക്ക് കുടിക്കാനുള്ള വെള്ളം തൊട്ട് എല്ലാം ഉണ്ടാക്കേണ്ട അവരുടെ മൊത്തമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ലോഡ് ചെയ്ത് വിടേണ്ടത് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന അതും ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് കമ്പനീസാണ്. അപ്പം വരുന്ന ഈ ഷിപ്പിലെ കണ്ടെയ്നേഴ്സ് മാറ്റുക, കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ചെയ്യുക മാത്രമല്ല, പിന്നെ ഷിപ്പിനകത്തുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാനേജ്മെൻറ്റും എല്ലാം നല്ല സാധാരണ ചെയ്യുന്നതല്ല, നല്ല ഇതിലെ മാർജിനിലാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പഠിക്കും. അത് ഒരുപാട് വലിയൊരു സമുദ്രം പോലെ തന്നെ കിടക്കുന്നൊരു മേഖലയാണ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ വർഷം പുതുതായിട്ട് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ വർഷം ACT പുതിയ MBA തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് രാജധാനി ബിസിനസ് സ്കൂളിലാണ് തിരുവനന്തപുരത്ത് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞത് ഓൾ ഇന്ത്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി AICT അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത്. അങ്ങനൊരു ഭാഗ്യവും നിങ്ങളുടെ ബിസിനസ് സ്കൂളിന് കിട്ടി. രാജധാനി ബിസിനസ് സ്കൂൾ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്നു അത്രയും ഉയരങ്ങൾ എന്നാലും നിങ്ങളുടെ മനസ്സിനകത്തും നിങ്ങളുടെ സ്കൂളാണ് രാജധാനി ബിസിനസ് സ്കൂൾ എന്ന അഭിമാനത്തോടുകൂടി പറയുന്ന രീതിയിലേക്കാണ് രാജധാനി ബിസിനസ് സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ ഉയരങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ ഉയരങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴുമാണ് ഞങ്ങൾക്കും സന്തോഷമുണ്ടായത്. ഞങ്ങളുടെ കുട്ടികളാണ് ഇതായിരിപ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുന്നതെന്ന്. ആ പൊസിഷനിലേക്ക് ചിന്തിക്കണം. അല്ലാതെ MBA കഴിഞ്ഞിട്ട് ഈ ചെറിയ വർക്കുകളിലേക്ക് പോകരുത്. നമുക്കൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ഫിക്സ് ചെയ്യേണ്ടത് നമ്മളാണ്, അല്ല മറ്റൊരാളല്ല നമ്മുടെ വാല്യൂ ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചെറിയ വർക്കുകൾ നോക്കി പോകരുത്. പോകുമ്പോൾ വലിയ കാര്യം ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്, നിങ്ങളുടെ മുന്നുകളിലേക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. അത് ലക്ഷ്യമിട്ടുകൊണ്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണം, ഉയരങ്ങളിലേക്ക് വരണം, വലിയ ഉയരങ്ങളിലേക്ക് എത്തണം. ഇന്ന് തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രത്യേക ദിവസമല്ലേ നമ്മുടെ ഗ്രാജുവേഷൻ ഡേ എന്ന് പറയുമ്പോൾ, ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ്. ആ ഡേയിൽ വരാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും നേരത്തെ പലപ്പോൾ ഈ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചത് കഴിഞ്ഞില്ല. എന്തായാലും വരാനും ഇപ്പോൾ സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം ഇന്നാണ് കിട്ടിയത്. ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്ന കാര്യം ഒരുപാട് ചടങ്ങുകൾ ഇത് ഉള്ളതുകൊണ്ടും നിങ്ങളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ അവസരമൊരുക്കി തന്ന പാരൻസിനാണ് നിങ്ങൾ ഈ അവസരത്തിൽ മനസ്സുകൊണ്ട് നന്ദി പറയേണ്ട കാര്യം. ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ പലർക്കും ആഗ്രഹമുണ്ട്, പലർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല കോളേജുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള അവസരങ്ങൾ പല കുട്ടികൾക്കും ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളെ നല്ലൊരു പൊസിഷനിൽ എത്തുന്നതിലേക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പാരൻസ് ഈ രാജധാനി ബിസിനസ് സ്കൂൾ തിരഞ്ഞെടുക്കുകയും ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തത്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അത് അച്ചീവ് ചെയ്തു. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ കഴിക്കും. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ പാരൻസിന് നന്ദി പറയേണ്ട സമയമാണ്, ഒന്നുകൂടി നന്ദി പറയേണ്ട സമയമാണ് ഈ ദിവസം. അതിലുപരി നിങ്ങൾ ഇനി അടുത്ത പൊസിഷനിലേക്ക് എത്തി. നിങ്ങൾ പഠിത്തം കൊണ്ടാവുന്നില്ല, നിങ്ങളൊരു ബേസ് ആയതേ ഉള്ളൂ. അടുത്ത പൊസിഷനിലേക്ക് നിങ്ങൾ എത്തി വലിയ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴാണ് പാരൻസിനും നിങ്ങളെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷനും അതിലെ അധ്യാപകർക്കുമൊക്കെ മനസ്സിൽ ആ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തില്ലേ? എത്തണം. എപ്പോഴും മനസ്സിലൊരു ഗോൾ പോസ്റ്റ് ഉണ്ടാവണം. ഞാൻ ഇന്നതാകും, എനിക്ക് ഇന്നതാകണം എന്നൊരു ഗോൾ പോസ്റ്റ് വേണ്ടേ? ആരും ഒന്നും മിണ്ടല്ലോ. വേണം. നമ്മുടെ മനസ്സിലേക്ക് ഞാൻ ഇന്നതാകണം എന്നൊരു ഗോൾ പോസ്റ്റ് അല്ല. ഗോൾ പോസ്റ്റിൽ പോയി നിന്നിട്ട് എങ്ങോട്ടാ ഗോൾ അടിക്കണമെന്ന് ലക്ഷ്യബോധമില്ലാതെ അടിച്ചാൽ സെൽഫ് ഗോളായി പോകും. അതുപോലെ നമുക്ക് ഇന്നതാകണം എന്ന ലക്ഷ്യത്തോടുകൂടി, ആ ഒരു വാശിയോടുകൂടി, ആ ഒരു ദൃഢതയോടുകൂടി, ആ ഒരു കോൺഫിഡൻസോടുകൂടി എനിക്ക് ഇന്നതാകാൻ കഴിയും എന്ന കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്വന്തമായി ഒരുപാട് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ്, ഒരുപാട് ഓപ്പണിങ്സ് വരുന്ന സമയമാണ്. അത് മനസ്സിൽ വേണം. കുറച്ച് നാൾ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് സ്വന്തമായി നല്ലൊരു ഫേം സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആവാം, സപ്ലൈ ചെയിൻ ആവാം, ലോജിസ്റ്റിക്സ് കണ്ടെയ്നർ മാനേജ്മെൻ്റ് ആവാം. ഒരുപാട് ഇതുമായിട്ട് കണക്റ്റഡായിട്ട് ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ അതിലേക്കൊന്ന് ലക്ഷ്യമിടണം. വിദേശത്ത് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. വിദേശത്തുള്ളവർ ഇനി തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ഒരു 5 വർഷം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറിപ്പോവും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ മുഖച്ഛായയിൽ മാറ്റത്തിൻ്റെ സൃഷ്ടികളിൽ നിങ്ങളുടെയുമൊക്കെ ഒരു കയ്യൊപ്പ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോരട്ടെ എന്ന് ഒന്നുകൂടി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ.